എടപ്പാൾ ഉപജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിലെ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കും അനധ്യാപകർക്കുമുള്ള യാത്രയയപ്പ് എടപ്പാൾ ഉപജില്ലാതല കോർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു. എടപ്പാൾ GMUP സ്കൂളിൽ വെച്ചാണ് പരിപാടി നടന്നത്. പ്രശസ്ത സാഹിത്യകാരൻ P. സുരേന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ സേവന വേതന വ്യവസ്ഥയിലൊക്കെ വന്ന മാറ്റം കാരണം എല്ലാവരും ഇവിടെ വിട്ടു പോകുമ്പോൾ അത്ര പ്രയാസമൊന്നും ഉണ്ടാവില്ല. എല്ലാവരുടെയും വളരെ ബെറ്ററായിട്ടുള്ളൊരു സാമ്പത്തിക ചുറ്റുപാടാണ്. പഴയുന്നൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെതായ ആശങ്കകളും നിലനിൽക്കുന്നുണ്ട്. കുറെ അധ്യാപകരൊക്കെ പറയുന്നു ഇനി വൈകി എനിക്ക് പഠിപ്പിക്കാനെന്ന്, കുട്ടികളെ നിയന്ത്രണത്തിൽ കിട്ടുന്നില്ല എന്നൊക്കെ അധ്യാപകർ പൊതുവായിട്ട് പറയുന്നൊരു പരാതിയാണ്. കുട്ടികളെ സർഗധനരായി മാറാതെ പോകുന്നതിൽ അധ്യാപകരുടെ പങ്കാണ് എന്താണെന്ന് അധ്യാപകർ ആലോചിച്ചാൽ കൊള്ളാം കേട്ടോ. ഇപ്പൊ കുട്ടികളെ സർഗധനരല്ല അല്ല എന്നുള്ള കാര്യത്തിൽ സർഗധനും അല്ല, ഒരു പൊളിറ്റിക്കലും അല്ല, അതിൽ യാതൊരു തർക്കവും വേണ്ട. കഴിഞ്ഞ ദിവസം രസകരമായൊരു സംഭവം ഉണ്ടായത്, ഈ ട്രെയിനേഴ്സ് ഉണ്ടല്ലോ, ഇങ്ങനെ കുട്ടികൾക്ക് പോസിറ്റീവ് തിങ്കിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്ന കുറെ ആളുണ്ടോ, ഈ ലെവലിൽ അവർ പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് സ്ട്രെസ് കുറയ്ക്കണം, സ്ട്രെസ് എങ്ങനെ കുറയ്ക്കാനപ്പോൾ ഇരുന്നത് കുറയ്ക്കണം, നിങ്ങൾ ഹാപ്പിയാണ്, എങ്ങനെ ഹാപ്പി ആവാനപ്പോൾ മനുഷ്യൻ സാമൂഹ്യ ജീവിയല്ലേ. യാത്രയയപ്പ് സമ്മേളനത്തിൽ മൂക്കുതല ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ മണികണ്ഠൻ അധ്യക്ഷനായിരുന്നു. ഈ വർഷം സർവീസിൽ നിന്ന് വിരമിച്ച മലപ്പുറം വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ രമേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. എടപ്പാൾ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PV ഹൈദരലി, പൂക്കരത്തറ ദാറുൽ ഹിദായ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ്മാസ്റ്റർ ഹമീദ് തുടങ്ങി ഉപജില്ലയിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപകരും അനധ്യാപകരും ഉൾപ്പെടെ 100ഓളം പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ജീവിതം തന്നെ ഒരു ലഹരിയായി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അധ്യാപകർ നാട്ടിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ ശക്തമായ നിലപാടുകളുമായി മുന്നോട്ടു പോകണമെന്നും ഉദ്ഘാടകൻ പറഞ്ഞു. രമേഷ് കുമാർ, ബീന മോൾ, CP മോഹനൻ, സുബീന P, അനിൽ TP, ജലീൽ P, അനീഷ് M എന്നിവരും സംസാരിച്ചു. NCV ന്യൂസ് എടപ്പാൾ.